ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് കേട്ടോ. ഒരു ആൻറ്റി ഏജിങ് ഫേസ് ക്രീം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയാണ് എന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. എന്നത്തെയും പോലെ പ്രെയറിലാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാം. നമുക്ക് ഫേസിൽ നമ്മൾ 500-1000 കൊടുത്ത് കെമിക്കൽ അടങ്ങിയ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് ഫേസ് നാശമാക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് നിങ്ങൾ ഇട്ടിരിക്കുന്നത് കാണുന്നത് ക്രീം ബേസ് ആണ് കേട്ടോ. ക്രീം ബേസ് ഇല്ലാത്തവർക്ക് അലോവേറ ജെല്ലായാലും ഇതിന് ഗുണം ചെയ്യും കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഈ നീല ലിക്വിഡ് ഉണ്ടല്ലോ, അതെന്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ കാണിക്കാം. ആ ഒരു ഐറ്റമിനെയാണ് ഞാൻ വിശേഷിപ്പിച്ചത് കേട്ടോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് കണ്ടോ. നമ്മുടെ ശംഖുപുഷ്പമാണത്. ഞാനിത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് ഉണക്കി വെച്ചിരിക്കുന്നതാണത്. അത് വെജിറ്റബിൾ ഗ്ലിസറിനുമായി കലർത്തിയിട്ടാണ് നമ്മൾ ആ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മളൊരു മേമ്പൊടിക്കായിട്ട്, അതായത് അതും നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിച്ചത്. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേക്കുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു 2 കണ്ടെയ്നർ ജാറിലേക്ക് ഉണ്ടാവത്തുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്രയ്ക്കും മതി. അതേപോലെ തന്നെ അതിൽ പിന്നെ ലാസ്റ്റ് ഞാൻ ചേർത്ത് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടമുള്ള മണം ചേർക്കാം. അപ്പം അതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നല്ല മിക്സ് ആവണം. അതിന് ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ജാറിൽ ആക്കി സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇതിപ്പോൾ 2 മാസമൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കും കേട്ടോ. വേറെ നമ്മുടെ എന്താ പറയുക, ഈ ക്രീം ബേസിലാണെങ്കിൽ അലോവേറ ജെല്ലാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമേ. നന്നായിട്ട് നൈറ്റിലാണ്, അതായത് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല. ആ സമയത്താണ് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നൈറ്റിൽ അപ്ലൈ ചെയ്യാം. പകൽ നിങ്ങൾ ഒരിക്കലും ഫേസിലിടരുത്. പാടുകൾ മാറി സ്കിൻ നന്നായി സോഫ്റ്റ് ആവും, സ്മൂത്ത് ആവും. പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറി. അതാണ് ആൻറ്റി ഏജിങ് ഫേസ് ക്രീം എന്ന് ഇതിനെ പറയുന്നത് കേട്ടോ. ഈ 3 ക്വാണ്ടിറ്റീസിലാണ് നിങ്ങൾക്ക് ഇത് ലഭ്യമാകുന്നത് കേട്ടോ.